ഇഡിയെ ആക്രമിച്ച കേസിൽ കേരള പോലീസ് സിബിഐ അന്വേഷണത്തെ വിളിച്ചു വരുത്തുകയാണ്. സിബിഐ അന്വേഷണം വേണമെന്നാണ് ഇഡി ഇപ്പോൾ പറയുന്നത്. ഈ ഇഡിയുടെ ഇപ്പോൾ നീക്കമെന്ന് പറയുന്നത് കേരള പോലീസിന്റെ ഈ അന്വേഷണം ഇഡിക്ക് വലിയ തൃപ്തിയില്ല. കാരണം ഇഡി പറയുന്നത് ഈ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് CA റാങ്കിലുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. അത് മ്യൂസിയം പോലീസിലെ SHO ആണ്. പക്ഷെ നമുക്ക് ആവശ്യം DYSP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ഈ കേസ് അന്വേഷിക്കണമെന്നാണ് ഇഡി പറയുന്നത്. പ്രതികളുടെ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി പരിഗണിക്കുമ്പോൾ ഇഡി അതിൽ കക്ഷി ചേരുമെന്നാണ് ലഭിക്കുന്ന വിവരം. അതോടെ CBI അന്വേഷണം നടത്താനുള്ള സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോകും. അങ്ങനെ വരുമ്പോൾ CBIയുടെ കൊച്ചി യൂണിറ്റിനോ അല്ലെങ്കിൽ തിരുവനന്തപുരം യൂണിറ്റിനോ ആയിരിക്കും അന്വേഷണത്തിന്റെ ചുമതല വരിക. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായി CBI AKG സെന്ററിന്റെ പടി കയറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാവില്ല. അങ്ങനെ പ്രവർത്തകരെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ CBI ആക്രമിച്ചു, കേന്ദ്ര ഏജൻസി ആക്രമിച്ചു എന്നൊരു കേസും കൂടി വീണ്ടും ഇവരുടെ തലയിലേക്ക് വരും. CBI AKG സെന്ററിലേക്ക് ഒരു പരിശോധനയ്ക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രതികളൊക്കെ അവിടെ ഉണ്ട് എന്നാണ് CBIയുടെ ഒരു നീക്കം. അപ്പോൾ അവിടെ ഒളിവിൽ കഴിയുന്നുണ്ടെന്നാണ് CBIയുടെ കണക്കൂട്ടൽ. അപ്പോൾ അവിടെ ഒരു റെയ്ഡിന് വരുമ്പോൾ എന്തായാലും കേന്ദ്ര ഏജൻസികളെ കൊണ്ടായിരിക്കും വരുന്നത്. ഇഡി ആദ്യം പിണറായിയുടെ വാടക വീട്ടിലേക്ക് റെയ്ഡിന് എത്തിയതുപോലെ ആയിരിക്കില്ല കേന്ദ്ര ഏജൻസികൾ. വലിയൊരു ടീം കേന്ദ്ര സൈന്യത്തെ കൊണ്ടായിരിക്കും CBIയുടെ വരവ്. അതെന്തായാലും CPMന് തന്നെ ഒരു കനത്ത തിരിച്ചടിയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിലവിൽ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ CPM പ്രവർത്തകർക്ക് ജാമ്യം ലഭിക്കാൻ പോലീസ് പഴുതൊരുക്കിയ ആരോപണമാണ് പുറത്തുവരുന്നത്. അറസ്റ്റ് നടപടികൾ ബന്ധുക്കളെ അറിയിക്കുന്ന BNS 48 പ്രകാരമുള്ള നോട്ടീസ് നൽകുന്നതിൽ ഗുരുതരമായ ഒരു വീഴ്ച പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് നിസ്സാരമായ ഒരു കാര്യമല്ല. കേസിൽ ആദ്യം അറസ്റ്റിലായ 5 പേരുടെ നടപടിക്രമങ്ങളിലാണ് ഇത്തരത്തിൽ വീഴ്ച ഉണ്ടായിരിക്കുന്നത്. BNS 48 പ്രകാരം പുതിയ ഫോർമാറ്റിലുള്ള നോട്ടീസാണ് കോടതിയിൽ ഹാജരാക്കേണ്ടത് എന്നിരിക്കെ പോലീസ് പഴയ ഫോർമാറ്റിലുള്ള നോട്ടീസാണ് റിമാൻഡ് റിപ്പോർട്ടിനോടൊപ്പം സമർപ്പിച്ചത്. ഈ പിഴവ് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ചൂണ്ടിക്കാട്ടുകയും 24 മണിക്കൂറിനുള്ളിൽ ശരിയായ നോട്ടീസ് ഹാജരാക്കാൻ ഉത്തരവിടുകയും ചെയ്തിരിക്കുകയാണ്. കോടതി ഉത്തരവിട്ട് 3 മണിക്കൂറിനുള്ളിൽ പോലീസ് ശരിയായ ഫോർമാറ്റിലുള്ള നോട്ടീസ് ഹാജരാക്കി. അത് സംശയത്തിന് ഇടയാക്കിയിട്ടുണ്ട്. 2 തരത്തിലുള്ള ഫോർമാറ്റുകളും പോലീസ് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്നു എന്ന തരത്തിലുള്ള ആരോപണവും പോലീസിന് എതിരെ ഉയർത്തുന്നുണ്ട്. അറസ്റ്റ് നടപടികളിലെ പിഴവ് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഭാഗം കോടതിയിൽ ജാമ്യാപേക്ഷയുമായി എത്തിയത്. അറസ്റ്റ് നടപടി ക്രമങ്ങൾ പാലിച്ചില്ലെന്നും മജിസ്ട്രേറ്റിന് ഇത്തരം പിഴവുകൾ തിരുത്താൻ ഉത്തരവിടാൻ അധികാരമില്ല എന്നും സുപ്രീം കോടതി വിധി ഉദ്ധരിച്ച് പ്രതിഭാഗം വാദിച്ചു. എന്നാൽ കോടതി ഇത് തള്ളുകയും പ്രതികൾക്ക് ജാമ്യം നിഷേധിക്കുകയുമാണ് ചെയ്തത്. കേസ് ദുർബലമാണെന്ന് രാഷ്ട്രീയ അണികളെ ബോധ്യപ്പെടുത്താനുള്ള ആസൂത്രിതമായ ഒരു നീക്കമാണോ ഇതിന്റെ പിന്നിലെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംശയിക്കുന്നത്. നിലവിൽ രൂപീകരിച്ചിരിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലപ്പത്ത് മ്യൂസിയം പോലീസിലെ SHO തുടരുന്നതിൽ ഇഡിക്ക് വിയോജിപ്പുണ്ട്. DYSP തലത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ കേസ് അന്വേഷിക്കണമെന്നാണ് ഇഡിയുടെ പ്രധാന ആവശ്യം. പ്രതികൾ ജാമ്യത്തിനായി ജില്ലാ കോടതിയെ സമീപിക്കുകയാണെങ്കിൽ കേസിൽ കക്ഷി ചേരാനും വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനുമാണ് ഇഡി ലക്ഷ്യമിടുന്നത്. പഞ്ചൂർ കോടതിയിലെത്തി ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. നിലവിൽ കേസിൽ 10 പ്രതികളെ കൂടി തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം.